ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 5-ാമത്തെ യൂണിറ്റിൻ്റെ പേര് നമ്മളൊന്ന്. അതിലെ 2-ാമത്തെ പാഠഭാഗമായ വേദന, അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗം വായിക്കാം. താങ്ങും തണലും കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത്. താഴെ കൊടുത്ത രചന വായിക്കൂ. അപ്പോൾ എന്താണ് താഴെ തന്നിട്ടുള്ളത്? വേദന. നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാനെന്തേ എടുത്തു മാറ്റിയില്ല? ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല. തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ? വാവിട്ട നിലവിളിയോടെ വഴിനീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി എൻ്റെ അമ്മേ. എഴുതിയിരിക്കുന്നത് സുഗേതു. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ കഥാപാത്രം ആരാണ്? ഞാൻ, അല്ലേ? ആരാണെന്ന് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കണ്ട കുപ്പിച്ചില്ല് എടുത്തു മാറ്റാഞ്ഞതെന്ന് ആലോചിക്കുകയാണ്. പിന്നെയോ എടുത്തു മാറ്റുകയും ചെയ്തില്ല, എന്നാൽ ആ ചെരുപ്പിട്ട കാല് കൊണ്ടൊന്ന് തട്ടി മാറ്റുക, അല്ലേ? ഒന്ന് സൈഡിലേക്ക് തട്ടി മാറ്റാനും തോന്നിയിട്ടില്ല. പിന്നെ അപ്പോൾ ആലോചിക്കുകയാണ്, എൻ്റെ ബാക്കിൽ വന്ന, എൻ്റെ തൊട്ട് പിന്നാലെ വന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിക്കാലിൽ അത് കുത്തി കയറിയിട്ടുണ്ടാവില്ലേ എന്നല്ലേ? എന്നിട്ട് വാവിട്ട നിലവിളിയോടെ കരഞ്ഞിട്ട് വഴിനീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തിലേ ഒറ്റക്കാലിൽ തുള്ളി പോയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഈ കഥയിലെ കഥാപാത്രം ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ അമ്മേ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താ നോക്കാം. 1-ാമത്തെ ചോദ്യം, പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ? ആണോ? പൊതുവഴിയിൽ നമ്മൾ കാണുന്ന കുപ്പിച്ചില്ല് എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് പുറകെ വരുന്നവരുടെ കാലിൽ കൊണ്ട് മുറിവുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ ആ മുറിവിന് ഉത്തരവാദി ആരാണ്? നാം ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പൊതുവഴിയിൽ നമ്മൾ കാണുന്ന കുപ്പിച്ചില്ല് എടുത്ത് മാറ്റേണ്ടത് നമ്മുടെ ചുമതലയാണ്. അടുത്ത ചോദ്യം, എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണമെന്ന് പഠിപ്പിച്ചാൽ പോരെ? നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്നത് എന്തിനാ മക്കളെ? എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ആദ്യം കാണുന്ന ആൾ അത് എടുത്തു മാറ്റുന്നതാണ്, അല്ലേ? അടുത്ത ചോദ്യം, എൻ്റെ അമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത്? കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്തയാളോ? എന്താണ് നിലവിളിക്കാൻ കാരണം? കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്ത ആളാണ് എൻ്റെ അമ്മയെ എന്ന് നിലവിളിച്ചത്. കാരണം എന്താണ്? കുപ്പിച്ചില്ല് കാലിൽ കുത്തിക്കേറി വഴി നീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി വാവിട്ട് നിലവിളിച്ച് വരുന്ന കുട്ടിയെ ഓർത്താണ് അയാൾ എൻ്റെ അമ്മയെന്ന് നിലവിളിച്ചത്. അടുത്ത ചോദ്യം, വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത്? മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്? തനിക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം തൻ്റെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് മറ്റൊരാൾക്ക് ആപത്തായി മാറരുത്. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി താൻ തന്നെ ആയിരിക്കുമെന്ന് ഈ രചനയിൽ പറയുന്നുണ്ട്. പിന്നെയോ, ജനാധിപത്യത്തിൽ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നും ഈ രചനയിൽ പറയുന്നു. അടുത്ത ചോദ്യം, കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ല് തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും? എഴുതൂ. അപ്പോൾ കുപ്പിച്ചില്ല് കിടക്കുന്നത് കണ്ടിട്ടും അത് എടുത്തു മാറ്റാതെ പോയ മനുഷ്യന് അതൊരു കുട്ടിയുടെ കാലിൽ ചില്ല് തട്ടി മുറിവുണ്ടായി എന്ന് അറിയുന്ന സമയത്ത് ആ കുട്ടിക്ക് എഴുതുന്ന കത്താണ് കേട്ടോ. അപ്പോൾ എന്തെഴുതാം? പ്രിയപ്പെട്ട മകനെ, മോൻ്റെ കാലിൻ്റെ മുറിവ് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഞാൻ അതുവഴി പോയപ്പോൾ കുപ്പിച്ചില്ല് വഴിയിൽ കിടക്കുന്നത് കണ്ടിരുന്നു. എൻ്റെ തിരക്ക് കൊണ്ട് എനിക്ക് അത് എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. അത് ഞാൻ എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ മോൻ്റെ കാലിന് മുറിവ് പറ്റുമായിരുന്നില്ല. എൻ്റെ ഉത്തരവാദിത്തക്കുറവാണ് മോളുടെ കാലിന് മുറിവ് പറ്റാൻ കാരണം. അതെനിക്ക് വളരെ വേദനയുണ്ടാക്കി. മോൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മോൻ്റെ കാലിൻ്റെ മുറിവ് പെട്ടെന്ന് തന്നെ മാറട്ടെ. സ്നേഹപൂർവം. അടുത്ത ചോദ്യം, ഈ പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതുക. മുകളിൽ ഒരു ബസ്സുണ്ട്. ബസ്സിൽ ഒരുപാട് ആളുകൾ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, അല്ലേ?
അപ്പോൾ നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചിത്രത്തിൽ യാത്രക്കാർക്ക് കയറാൻ ബസ് നിർത്തിയിട്ടിരിക്കുന്നു. ബസ്സിൽ കയറുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലേക്ക് ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും ഒരു കാല് മാത്രമുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി അകലെ മാറി നിൽക്കുന്നതും കാണാം. ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ ഭിന്നശേഷിക്കാരിയായ ആ പെൺകുട്ടിയെ ആദ്യം കയറ്റും. സ്വന്തം കാര്യം നോക്കി ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നതേയില്ല. ഭിന്നശേഷിക്കാരെയും നിരാലംബരെയും മുതിർന്നവരെയും സഹായിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതാണ് കാണുന്നത്. മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡ് നമുക്ക് അവിടെ തന്നെ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവരിത് വലിച്ചെറിയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് ഈ മാലിന്യം ഒഴിവാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ. എന്നാൽ പൊതുവഴിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിലൂടെ ദുർഗന്ധവും പകർച്ചവ്യാധിയും ഒക്കെ ഉണ്ടാവില്ലേ? പല പല രോഗങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കും ബാധകമാണെന്ന് അവർ ഓർക്കുന്നില്ല. എന്താ വെച്ചാൽ അവർക്കും ഈ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ എന്താ ഉള്ളത്? വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതാണ് രണ്ടാമത്തെ ചിത്രം. മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡ് നമുക്കവിടെ കാണാം. സ്വന്തം വീട്ടിൽ നിന്ന് ഈ മാലിന്യം ഒഴിവാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ. എന്നാൽ പൊതുവഴിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിലൂടെ ദുർഗന്ധവും പിന്നെയോ പകർച്ചവ്യാധികളും നാട്ടിൽ പരക്കുന്നു. ഇത് മാലിന്യം വലിച്ചെറിയുന്നവർക്കും ബാധകമാണെന്ന് അവർ ഓർക്കുന്നില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. അപ്പോൾ പാഠഭാഗം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.